ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാർത്തഹീനയുടെ ചരിത്രമുറങ്ങുന്ന മതിലുകളോട് വിട പറഞ്ഞ് നമ്മുടെ യാത്ര വടക്കോട്ട് നീങ്ങുകയാണ്. കൊളംബിയൻ കരീബിയൻ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന വിയ അൽ മാർ എന്ന ഹൈവേയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഏതൊരു ദേശത്തെയും വികസനത്തിൻ്റെ അളവുകോൽ അവിടുത്തെ റോഡുകളാണ്. ഇവിടെയും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. യാത്രക്കിടയിൽ കാണുന്ന ഈ ടോൾ പ്ലാസകൾ അല്ലെങ്കിൽ പ്യാഹെ എന്ന് വിളിക്കുന്ന ഈ കേന്ദ്രങ്ങളാണ് ഈ പാതകളെ ഇത്ര മനോഹരമായി നിലനിർത്തുന്നത്. ചെറിയൊരു തുക നൽകിയാൽ സുരക്ഷിതവും സുഗമവുമായ യാത്ര ഇവർ ഉറപ്പു നൽകുന്നു. ഇനി നമ്മുടെ ലക്ഷ്യം കൊളംബിയയുടെ സുവർണ കവാടം എന്നറിയപ്പെടുന്ന ബരങ്കീജ നഗരമാണ്. ബരങ്കീജ നമ്മളെ സ്വീകരിക്കുന്നത് മറ്റൊരു ഊർജത്തോടു കൂടിയാണ്. ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, വലിയൊരു വ്യവസായ നഗരം കൂടിയാണ്. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഹോട്ടൽ ഡാൻ കാർട്ടണിലേക്കാണ്. നമ്മളിവിടെ താമസിക്കാൻ വന്നതല്ല, മറിച്ച് ഈ കെട്ടിടത്തിൻ്റെ 13ാം നിലയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കൗതുകം തേടി വന്നതാണ്. ലോകത്തിലെ പല വൻനഗരങ്ങളിലും കണ്ടിട്ടുള്ള ഒരു സാങ്കേതിക വിസ്മയം ഇവിടെയുമുണ്ട്. ഇതാണ് എൽ ഹിറോത്തോറിയോ. ഇതൊരു സാധാരണ റെസ്റ്റോറൻ്റ് അല്ല, ഒരു റിവോൾവിംഗ് റെസ്റ്റോറൻ്റ് ആണ്. പ്രഥമദൃഷ്ട്യാ ശാന്തമായി തോന്നുമെങ്കിലും നമ്മൾ നിൽക്കുന്ന ഈ തറ സാവധാനം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് ഈ റെസ്റ്റോറൻറ്റ് 360 ഡിഗ്രി കറങ്ങിത്തീരും. അതായത് ഒരേ ഇരിപ്പിടത്തിൽ തന്നെ ഇരുന്ന് ബരങ്കീജ നഗരത്തിൻ്റെ എല്ലാ വശങ്ങളും നമുക്ക് കാണാം. ഒരു വശത്ത് മഗ്ദലീന നദിയും സമുദ്രവും സംഗമിക്കുന്ന കാഴ്ചയാണെങ്കിൽ മറുവശത്ത് ആധുനിക നഗരത്തിൻ്റെ തിരക്കുകൾ. കാഴ്ചകൾക്കൊപ്പം തന്നെ രുചിയുടെ ലോകത്തും ഇവർ വലിയൊരു വിരുന്നാണ് ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് ഇവിടുത്തെ പ്രത്യേകതയായ ബീഫ് ആൻഡ് ചീസ് റോളാണ്. എന്നാൽ ഇതൊരു തുടക്കം മാത്രമായിരുന്നു. മെയിൻ കോഴ്സിലേക്ക് എത്തിയപ്പോൾ ഒരു പരീക്ഷണത്തിന് തന്നെ നമ്മൾ തീരുമാനിച്ചു. കടൽ വിഭവങ്ങളും വൈവിധ്യമാർന്ന രീതിയിൽ തയ്യാറാക്കിയ ചിക്കനും ഒപ്പം മികച്ച രീതിയിൽ കുക്ക് ചെയ്ത ബീഫ് വിഭവങ്ങളും എന്നുവേണ്ട മെനുവിലെ പ്രധാനപ്പെട്ട വിഭവങ്ങളെല്ലാം നമ്മുടെ മേശയിലെത്തി. ഓരോ വിഭവത്തിനും അതിൻ്റേതായ തനിമയും രുചിക്കൂട്ടുകളുമുണ്ട്. ഈ ഭക്ഷണം ആസ്വദിക്കുന്നതിനിടയിൽ ജനലിലൂടെയുള്ള കാഴ്ചകൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. അല്പം മുൻപ് കണ്ട നഗരക്കാഴ്ചയല്ല ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ആകാശത്തിരുന്ന് കറങ്ങുന്ന ഈ മേശയിലിരുന്ന് ഈ വിഭവസമൃദ്ധമായ ഭക്ഷണം ആസ്വദിക്കുന്ന ഒരു അനുഭവം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. വിഭവസമൃദ്ധമായ ആ ഭക്ഷണത്തിന് ശേഷം ബരങ്കീജയുടെ ഹൃദയമിടിപ്പറിയാൻ ഞങ്ങൾ പുറത്തേക്കിറങ്ങി. മഗ്ദലീന നദി കരീബിയൻ കടലുമായി സംഗമിക്കുന്ന ഈ തീരപ്രദേശം ഗ്രാൻ മലക്കോൺ എന്നാണ് അറിയപ്പെടുന്നത്. നദിയും കടലും ചേർന്ന് ബോക്കാസ് ദി സെനീസ എന്ന വിസ്മയം തേടി ഞങ്ങൾ ബോട്ട് ജെട്ടിയിലെത്തി. പക്ഷേ ഇവിടെ കണ്ടത് ബോട്ടുകൾക്കായി കാത്തുനിൽക്കുന്ന ജനസാഗരത്തെയാണ്. ടിക്കറ്റുകൾ ലഭ്യമല്ലാത്തതിനാൽ ആ യാത്ര ഒഴിവാക്കേണ്ടി വന്നെങ്കിലും ആ നദിയിലൂടെ ഒഴുകി നീങ്ങുന്ന കൂറ്റൻ ഓയിൽ ഷിപ്പുകൾ ഒരു കൗതുകകരമായ കാഴ്ചയായിരുന്നു.
യാത്ര തുടരുകയാണ്. നടപ്പാതയുടെ ഇരുവശങ്ങളിലും വിസ്മയിപ്പിക്കുന്ന കരകൗശല വസ്തുക്കളുടെ ശേഖരം. ആയിരക്കണക്കിന് ആളുകളാണ് ആ വൈകുന്നേരം ആസ്വദിക്കാൻ അവിടെ എത്തിയിരിക്കുന്നത്. സൈക്കിൾ ട്രാക്കുകളിലൂടെ വാടകയ്ക്കെടുത്ത ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ പാഞ്ഞുപോകുന്ന യുവാക്കൾ, കുടുംബത്തോടൊപ്പം ഫുട്ബോളും വോളിബോളും കളിക്കുന്ന കുട്ടികൾ. ഇതൊരു ഉത്സവപ്പറമ്പ് പോലെയാണ്. ഏകദേശം 5 കിലോമീറ്ററോളം നീളുന്ന ഈ നടത്തം ഒട്ടും വിരസമല്ല. കുട്ടികൾക്കായുള്ള പാർക്കുകളും കൂറ്റൻ റാട്ടുചക്രങ്ങളും കടന്ന് മുന്നോട്ടു പോകുമ്പോൾ ബറൻകീജിയുടെ പ്രിയപുത്രി സോഫിയ വെർഗാരയുടെ പ്രതിമ നമുക്ക് കാണാം. ഓരോ ദിവസവും ഓരോ പുതിയ അന്തരീക്ഷമാണ് ഇവിടെ. സംഗീതത്തിനൊപ്പം നൃത്തം ചെയ്യുന്ന മനുഷ്യർ ഈ നഗരത്തിൻ്റെ സന്തോഷം വിളിച്ചോതുന്നു. അല്പം കൂടി മുന്നോട്ടു നടന്നാൽ ബറൻകീജിയുടെ ലോകപ്രശസ്തമായ അടയാളത്തിന് മുന്നിലെത്താം, ഷക്കീറയുടെ വെങ്കല പ്രതിമ. ഈ നഗരത്തിൽ ജനിച്ചു വളർന്ന് ലോകം കീഴടക്കിയ ആ ഗായികയോടുള്ള ബറൻകീജിയുടെ ആദരവാണിത്. തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിനൊപ്പം ഫോട്ടോ എടുക്കാൻ ഇവിടെ എപ്പോഴും തിരക്കാണ്. ഹിപ്സ് ഡോണ്ട് ലൈ എന്ന ഗാനത്തിലൂടെ ലോകത്തെ നൃത്തം ചെയ്യിപ്പിച്ച ഷക്കീറ ഇന്നും തൻ്റെ ജന്മനാടിൻ്റെ അഭിമാനമായി ഇവിടെ നിലകൊള്ളുന്നു. സ്കേറ്റിങ്ങും സൈക്ലിങ്ങും പരിശീലിക്കുന്ന കായിക താരങ്ങളെ പിന്നിട്ട് നദീതീരത്തെ ആ സ്പോർട്സ് ഹബ് കടന്ന് ഞങ്ങൾ യാത്രയുടെ അവസാന ഘട്ടത്തിലെത്തി. ഷാർക്ക് ടിബുറോൺ കർവ് എന്നറിയപ്പെടുന്ന ആ ഭാഗം റെസ്റ്റോറൻറ്റുകളുടെയും ബാറുകളുടെയും ഒരു വലിയ നിരയിലേക്കാണ്. കൃത്യമായ ആസൂത്രണത്തോടെയുള്ള നിർമ്മാണമാണിതെന്ന് പറയാതെ വയ്യ. ഇത്രയും ദൂരം നടന്ന് തളർന്നെത്തുന്ന ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരു തണുത്ത പാനീയം. ആ നടത്തത്തിൻ്റെ അവസാനം ഭൂരിഭാഗം സഞ്ചാരികളും ഒരു ലെമൺ സോഡയെങ്കിലും കുടിക്കാതെ അവിടെ നിന്ന് മടങ്ങാറില്ല. നദീതീരത്തെ ആ തണുത്ത കാറ്റേറ്റ് നാരങ്ങാ വെള്ളത്തിൻ്റെ ഉന്മേഷത്തിൽ അവിടെ ഇരിക്കുമ്പോൾ ആ 5 കിലോമീറ്റർ നടന്നതിൻ്റെ ക്ഷീണം മുഴുവൻ പമ്പ കടക്കും. ഒരു വലിയ ജനക്കൂട്ടത്തെ ഉൾക്കൊള്ളാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുപോലെ നൽകാനും ഇവിടുത്തെ അധികൃതർ കാണിക്കുന്ന മികവ് അഭിനന്ദാർഹമാണ്. മഗ്ദലീന നദിയിൽ നിന്ന് വീശുന്ന സായാഹ്ന കാറ്റും ആസ്വദിച്ച് ബറൻകീജിയുടെ ആ ഊർജം തൊട്ടറിഞ്ഞ് ഞങ്ങൾ മടങ്ങുകയാണ്. കാർത്തഹേനയിൽ തുടങ്ങി ബറൻകീജിയിൽ ഈ തിരക്ക് പിടിച്ച നദീതീരം വരെയുള്ള ഈ യാത്ര ഏറെ ഹൃദ്യമായിരുന്നു. പുതിയ കാഴ്ചകളും അനുഭവങ്ങളും തേടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. വരാനിരിക്കുന്ന കൂടുതൽ യാത്രാനുഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ലക്ഷ്യസ്ഥാനത്തേക്ക് മറ്റൊരു പുതിയ കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.